കണ്ടില്ല എല്ലാവരും? Find the opposite of these words from the lesson and write them below. എന്താണ് question? Find the opposites of these words from the lesson and write them below. കുറച്ച് വേർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ എല്ലാവരും? Find the opposites of these words from the lesson and write them below. ഒരു 10 വേർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ എല്ലാവരും? ആ വേർഡ്സിന്റെ ഓപ്പോസിറ്റ് വേർഡ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഓപ്പോസിറ്റ് വേർഡ്സ് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ? ഓപ്പോസിറ്റ് വേർഡ് വിപരീത പദമാണ് അല്ലെ? ഒരു വേർഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ്. ഫോർ എക്സാമ്പിൾ എന്താണ്? ഡേന്റെ ഓപ്പോസിറ്റ് എന്താ? ഡേ, നൈറ്റ് ആണ് അല്ലെ? ദെൻ ബോയിന്റെ ഓപ്പോസിറ്റ് എന്താ? ബോയ്, ഗേൾ അല്ലേ? ബോയിന്റെ ഓപ്പോസിറ്റ് എന്താ? ഗേൾ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഓപ്പോസിറ്റ് വേർഡ് എന്താണെന്ന്? അറിയാം. ദെൻ the first word less. Less ന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? ലെസ്, LESS, ലെസ്. ആഷിന്റെ ബുക്ക് നോക്കണേ, ഈ ബുക്ക് തന്നെ. ലെസ്, what do you mean by less? ഷെഫി അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. more. ലെസ്സിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മോർ ആണ് അല്ലേ? ലെസ് എന്ന് വെച്ചാൽ എന്താ? കുറച്ചാണ്. മോർ കൂടുതലല്ലേ? The opposite word of less is more. The opposite word of less is more. More ന്റെ സ്പെല്ലിംഗ് എന്താ? M-O-R-E. More. M-O-R-E. More. സൂര്യദേവേ മോനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. The opposite word of less is more. M-O-R-E. എഴുതിയല്ലോ. നെക്സ്റ്റ് വൺ എന്താ? hate. Second one, hate. H-A-T-E, hate. H-A-T-E, hate. Second one, hate. The opposite word of hate is love. L-O-V-E, love. Hate എന്ന് വെച്ചാൽ എന്താ? വെറുപ്പാണ് അല്ലെ? സ്നേഹം അല്ലേ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ്? ലവ്. L-O-V-E, love. L-O-V-E, love. The opposite word of hate is love. ടീച്ചറെ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ മക്കൾക്ക്? Can you hear me? Say yes or no. കേൾക്കുന്നുണ്ടല്ലോ? ആർക്കും കേൾക്കുന്നില്ല. സൂര്യദേവന് എന്തോ റേഞ്ച് പ്രോബ്ലം ആയിരിക്കും മോനെ. ബാക്കിയുള്ള എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ. Okay, listen. Suryadev, can you hear me? Okay. Third one, false. False എന്താ? What do you mean by false? False ന്റെ opposite എന്താ? True. നമ്മൾ എഴുതാറുണ്ടല്ലേ? Right, true or false എഴുതാറില്ലേ? അപ്പൊ opposite word എന്താ? False ന്റെ? True. The opposite word of false is true. Very good. The opposite word of false is true. First one ഏതാണ് നമ്മൾ പറഞ്ഞത്? The opposite word of less is? The opposite word of less is more. Second one, the opposite word of hate is love. Third one, the opposite word of false is true. Fifth one, the opposite word of fourth one is the opposite word of happy is sad. The opposite word of happy is sad. Right. The opposite word of happy is sad. S-A-D, sad. The opposite word of happy is sad. First one, the opposite word of less is more. The opposite word of hate is love. The opposite word of false is true. The opposite word of happy is sad. And fifth one, the opposite word of laugh. Laugh എന്താ? Laugh. ചിരിക്കുകയാണ് അല്ലേ? അപ്പൊ ചിരിക്കുക എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ മലയാളത്തില്? Cry. Cry. Okay, the opposite word of laugh is cry. C-R-Y, cry. The opposite word of laugh is cry. C-R-Y, cry. C-R-Y, cry. Okay, did you finish? എഴുതിയോ? Next one, sixth one, foolish. The opposite word of foolish is wise.
Wise. W-I-S-E, wise. The opposite word of foolish is wise. The opposite word of foolish is wise. W-I-S-E, wise. എഴുതിയോ മക്കളെ? Did you finish? എബിൻ എഴുതുന്നില്ലേ? എബിൻ എഴുതിയ മോനെ? മിസ്റ്റർ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞേ. എബിൻ, can you hear me? Say yes or no. Yes. പിന്നെ എന്താ മിസ്റ്റർ ചോദിക്കുന്നതിനൊന്നും പറയാത്തത്? എന്താ മിസ്റ്റർ ചോദിക്കുന്നതിനൊന്നും ആൻസർ പറയാത്തത്? കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്. ഒന്ന് എന്നെ വിളിക്കണേ വൈകുന്നേരം, സന്ധ്യയാവുമ്പോ എന്നെ ഒന്ന് വിളിക്കണേ, എബിന്റെ അമ്മ. ഓക്കെ then. 7th one, ugly. കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. 7th one, ugly. ഇപ്പൊ മ്യൂട്ട് ചെയ്തോ? നിങ്ങൾ മ്യൂട്ട് ചെയ്തോ? ഓക്കെ. 7th one, ugly. Ugly means what? Ugly. Ugly പറഞ്ഞാൽ എന്താ? മോശാണ് അല്ലേ? അപ്പം ഓപ്പോസിറ്റ് വേർഡ് എന്താണ് അഗ്ലിന്റെ? ബ്യൂട്ടിഫുൾ. Beautiful. The opposite word of ugly is beautiful. എഴുതിയോ? Beautiful. B-E-A-U-T-I-F-U-L. Beautiful. ഒന്നുകൂടി പറയാം, എല്ലാം പറഞ്ഞുതരാം. B-E-A-U-T-I-F-U-L. Beautiful. The opposite word of ugly is beautiful. Next, 8th one, poorest. Poorest. Poor means what? Poor. He is a poor man. Poor means what? പാവം. പാവപ്പെട്ടതാണ് അല്ലേ? അപ്പൊ പണക്കാരൻ നമ്മൾ എന്താ പറയാ? റിച്ച്. Rich. Richest. Poorest ന്റെ opposite word richest ആണ്. The opposite word of poorest is richest. 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 9th one, disappeared. 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 The opposite word of disappeared is appeared. The opposite word of disappeared is appeared. Appeared. എഴുതിയോ? സ്പെല്ലിംഗ് അറിയില്ലേ? ഡിസപ്പിയർഡില് DIS ഒഴിവാക്കി ബാക്കി എഴുതിക്കോ. Disappeared. The opposite word of disappeared is appeared. A-P-P-E-A-R-E-D. Appeared. 10th one, unluckiest. Unluckiest. Luckiest. ചില വേർഡ്സിന്റെ കൂടെ നമ്മൾ അൺ ചേർത്ത് കഴിഞ്ഞാല് അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് കിട്ടും. അതിന് എക്സാമ്പിൾ ആണ് ലക്കിയസ്റ്റിന്റെ കൂടെ മുന്നിൽ അൺ ചേർത്ത സമയത്ത് അൺലക്കിയസ്റ്റ് ആയില്ലേ? ഇല്ലേ? അതുപോലെ തന്നെ ഹാപ്പിന്റെ മുന്നിൽ നമ്മൾ അൺ ചേർത്ത് കഴിഞ്ഞാൽ അൺഹാപ്പി ആവില്ലേ? The opposite word of unluckiest is luckiest. Luckiest. പഠിച്ചോ? ഒന്ന് വായിച്ചു നോക്കിയേ. ആരാ വായിക്കേണ്ട ഇപ്പോ? ഓക്കെ, ഒരുപാട് ആളുടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വായിപ്പിക്കാത്തവരെ കൊണ്ട് വായിപ്പിക്കാം. അല്ല അഗസ്റ്റിൻ ഒന്ന് വായിച്ചേ, ഇപ്പൊ എഴുതിയത്. അല്ല കുട്ടി വായിച്ചേ. Less, more, hate. The opposite word of less is more. അതുപോലെ പറഞ്ഞേ. The opposite word of less is more. The opposite word less is more. The opposite word hate is love. Love. The opposite false of The opposite word of
False is true. hmm. The opposite happy The opposite is word of happy is sad. sad. Okay. The opposite word laugh is cry. Okay, enough. Next one ആരാ വായിക്കുക? ദേവാഞ്ജന വായിച്ചോ. 6th one. You have to read from 6th one. The opposite word of foolish wish. Wise. Foolish is wise. The opposite word of ugly is beautiful. Very The good. opposite word of poorest is richest. The opposite word of disappeared. Disappeared. അപ്രത്യക്ഷമാവലാണ് അല്ലേ? ലാസ്റ്റ് വൺ. Opposite word of unluckiest. Unluckiest. വായിച്ച മോളെ കഴിഞ്ഞ. ഓക്കെ, നെക്സ്റ്റ് വൺ. ആദിദേവ് പ്രമോദ്. റീഡ് ഫ്രം ദി സ്റ്റാർട്ടിംഗ്. കേൾക്കുന്നില്ലേ? The opposite word of laugh is laugh. The opposite word of hate is love. The opposite word of false is true. The opposite word of happy is sad. The opposite word of laugh is cry. The opposite word of foolish is wise. The opposite word of ugly is beautiful. The opposite word of poorest is richest. The opposite word of disappeared is appeared. The opposite word of unluckiest is luckiest. Did they finish? കഴിഞ്ഞോ മോനെ? Yes. Very good. Next, Sarah. വായിച്ചോ. The opposite word of luck is more. The opposite word of love is love. Next. The word of bad. The opposite word of bad is true. Next. The opposite word of happy is sad. Next. The opposite word of opposite word of. Give me the the text. opposite word of the opposite word of laugh. Cough is cry. Cry. 6th one വായിച്ച് നിഹാലെ. നിഹാൽ. അൺമ്യൂട്ട് ചെയ്തോ മോനെ. വായിച്ചു. From 6th word. The opposite word of foolish is wise. Wise. വിവേകമുള്ള, ബുദ്ധിയുള്ളതാണ് wise. Next. The opposite word of ugly. Ugly. Beautiful. Ugly. Beautiful. Beautiful. Very the good. Opposite of
Poorest is richest. Richest. Then. Richest. The opposite word of disappear is appeared. The opposite word of unlucky is lucky. Luckiest. Yes. Next one. Kripa. The opposite word of is the opposite word hate is love. The opposite word false is true. Opposite word happy is sad. The opposite word laugh is the opposite word of foolish is wise. The opposite word of ugly is beautiful. The opposite word of poorest is rich. The opposite word of disappear is up. The opposite of unluckiest is Luckiest. Okay, enough. Madi. Mute ചെയ്തേ. Next D. Circle the odd one out. Take it as your homework. നിങ്ങളുടെ homework ആണത്. Page number 6 last one. Circle the odd one out. Homework എഴുതി വെച്ച എല്ലാവരും അശ്വിൻ and ദേവപ്രിയ. നിങ്ങളുടെ ഹോംവർക്ക് ആണ്, ചെയ്തിട്ട് മാത്രം അടുത്ത ക്ലാസ്സിൽ വന്നാൽ മതി കേട്ടാ. ഓക്കെ, സിമ്പിൾ ആണ്. എന്തോ ഇന്ന് ക്വസ്റ്റ്യൻ ആൻസർ നോട്ട് ബുക്കിലായതുണ്ട്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് പകുതി വരെ എഴുതി തന്നിട്ടുള്ളൂ. 3 ക്വസ്റ്റ്യൻ അല്ലേ എഴുതി തന്നിട്ടുള്ളൂ. അതുവരെ നോട്ടിൽ എഴുതാം. എന്തോ എന്റെ ടെക്സ്റ്റ് ബുക്ക് ഏഞ്ചലിന്റെ ടെക്സ്റ്റ് ബുക്കാ. ഒരാള് പറ, ഒരു സമയത്ത് ഒരാള് പറഞ്ഞേ. ടീച്ചർ. കൈ കാണിച്ച മിസ്സിനെ. ആർക്കാ പറയേണ്ടത്? പറഞ്ഞോ. എന്റെ 5ാം ക്ലാസ്സിലോട്ട് പോകുന്ന ഏഞ്ചലിന്റെ അതിന് അവളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ബുക്കിലേക്ക് എഴുതിയാ? ഇപ്പൊ ഞാൻ വന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതിയ മോള് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയത്? ഇല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മിസ് ഒന്ന് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരാം. നോട്ട് ഫുൾ ആക്ക. പിന്നെ ചെയ്യേണ്ടത് ഏഞ്ചലിന്റെ ടെക്സ്റ്റ് ബുക്ക് അല്ലേ, അപ്പൊ ഇറേസർ വെച്ചിട്ട് എല്ലാം മായ്ക്ക. അമ്മേനോട് പറയാ എല്ലാം മായ്ച്ചിട്ട് ദേവപ്രിയം പഴയ ബുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറേസർ വെച്ച് എല്ലാം മായ്ക്കണം അവര് ചെയ്തത്. പുതിയതായിട്ട് ഒന്നും കൂടി ചെയ്താൽ മതിയേ, മടി പിടിച്ചിരിക്കരുത്. നെക്സ്റ്റ് പേജ് നമ്പർ 7. പേജ് നമ്പർ 7. ഇപ്പൊ എത്ര പേർക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല? എത്ര പേർക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല ഇപ്പൊ? ക്രിസ്റ്റിക്ക് ഇല്ലേ? എന്തായിട്ടും വാങ്ങണേ, ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടും വാങ്ങണേ. ഓക്കെ, പേജ് നമ്പർ 7. ലെറ്റ് us learn grammar. എടുത്തേ. കണ്ടോ എല്ലാവരും? Okay, in this section we are going to discuss about sentence. നമ്മള് ഗ്രാമർ സെക്ഷനിൽ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് സെന്റൻസിനെ കുറിച്ചിട്ടാണ്.
സെന്റൻസിനെ കുറിച്ചിട്ടാണ്. സെന്റൻസ് അറിയാലോ എല്ലാവർക്കും? അറിയില്ലേ? ഓക്കെ, നോക്കാം. A group of words which make complete sense is called a sentence. A group of words which make complete sense is called a sentence. എന്താണ് സെന്റൻസ്? ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലേ സെന്റൻസിന്? നോക്കിയ ആഷനെ കുറച്ച് ഇങ്ങോട്ട് ഇരുന്നേ. A group of words which make complete sense is called a sentence. നോക്ക, എന്താണ് ഒരു സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാല്? A sentence is a group of words. സെന്റൻസ് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഒരു കൂട്ടമാണ് അല്ലെ? വേർഡ്സിന്റെ കൂട്ടമാണ് എന്ത്? സെന്റൻസ്. ഓക്കെ, സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഒരു വേർഡ്സിന്റെ ഗ്രൂപ്പാണ് എന്ത്? സെന്റൻസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വി ലിവ് ഇൻ എ ബിഗ് സിറ്റി. നോക്ക, ഷെഫി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഷെഫി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. എക്സാമ്പിൾ ആണ് മിസ് പറയുന്നത്. ഷെഫി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അതൊരു സെന്റൻസ് അല്ലേ? അല്ലേ? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഒരുപാട് വേർഡ്സ് ഇല്ലേ സെന്റൻസില്? സോ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. Make complete sense is called a sentence. Make a complete sense is called sentence. നോക്ക, ഷെഫി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഒരു സെന്റൻസ് ആണല്ലോ. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് നമുക്കറിയാം. മാത്രമല്ല നമുക്ക് എന്ത് തരുന്നുണ്ട്? ഒരു കംപ്ലീറ്റ് സെൻസ് തരുന്നുണ്ട് അല്ലെ? ഒരു കംപ്ലീറ്റ് മീനിങ് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ? ഷെഫി ഈസ് എ ഗേൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെന്റൻസിൽ നമുക്ക് മീനിങ് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല്? ഷെഫി ഈസ് എ ഗേൾ ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും? അല്ലെ കേൾക്കുന്നവർക്ക് എന്ത് മനസ്സിലാകും? ഒന്നും മനസ്സിലാകില്ല അല്ലെ? ഷെഫി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഷെഫി ഒരു സുന്ദരി കുട്ടിയാണ് അല്ലെ? അപ്പൊ എന്ത് വേണം? വേർഡ്സിന്റെ ഗ്രൂപ്പ് മാത്രമല്ല, വേർഡ്സിന്റെ ഗ്രൂപ്പ് നമ്മൾക്ക് എന്ത് കൂടി തരണം? കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് കൂടി തരണം. സേറ അല്ലെ? കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു മീനിങ് കിട്ടത്തക്ക വിധത്തിലുള്ള വേർഡ്സിന്റെ ഗ്രൂപ്പിനാണ് നമ്മൾ എന്ത് പറയാ? സെന്റൻസ് എന്ന് പറയാ. In the last class, we needed a few minutes. I think so going to be time. Okay. Right. Okay. In the last class, we studied about the generate. മക്കളെ നമുക്ക് ഇത് അടുത്ത ക്ലാസ്സിൽ എടുത്താലോ? കുറച്ച് വലിയ ടോപ്പിക് അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താലോ നമുക്കിത്? ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഇല്ലെങ്കിൽ നമുക്ക് നാളെയോ മറ്റന്നാളോ ഒരു സ്പെഷ്യൽ ക്ലാസ് വെക്കാം. ഓക്കെ, നാളെ മിസ് ഫ്രീ ആണ്. പറ്റുമെങ്കിൽ ഒരു സ്പെഷ്യൽ ക്ലാസ് വെക്കാം. ഇന്ന് നമുക്ക് നിർത്തിയാലോ ക്ലാസ്? വൈകുന്നേരം ആയില്ലേ? മടുത്തില്ലേ എല്ലാ മക്കളും? ഓക്കെ, ബൈ. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് എന്തായിരുന്നു? പേജ് നമ്പർ 6 ലാസ്റ്റ് വൺ ഡി, സർക്കിൾ ദ ഓഡ് വൺ ഔട്ട് ചെയ്തിട്ട് വരും എല്ലാവരും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതിട്ട് വരണേ. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യട്ടെ? ഷാൽ വി വൈൻഡ് അപ്പ്? ബൈ. അത് ഒരു റൂമിൽ കൊള്ളിട്ടില്ല.